തഞ്ചാവൂർ പാർട്ട് 5. എൻ്റെ മുഖത്ത് കാണുന്ന ആ മടി വേറൊന്നുമല്ല, വെളുപ്പേ 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് കുളിക്കണമല്ലോ എന്നുള്ളൊരു മടിയാണ്. എന്തായാലും അമ്പലത്തിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ കുളിച്ചതാ റെഡി ആയിട്ടുണ്ട്. സാരി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും എല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിതാ ഒരു 5:30 ആകുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ ഒരു ഭംഗിയൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. രാവിലെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നിട്ട് എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ എന്താ മുല്ലപ്പൊക്കെ വാങ്ങിച്ച് അതൊക്കെ തലയിൽ ചൂരിട്ടുണ്ടായിരുന്നു. ഞാൻ 5:30 ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ അമ്പലത്തിൽ കയറാം എന്നുള്ളൊരു ഇതിലാണ് ഇറങ്ങിയത്. പക്ഷെ അമ്പലം കറക്റ്റ് 6 മണിയാകുമ്പോഴേ തുറക്കുള്ളായിരുന്നു. അമ്പലം തുറന്ന ഉടനെ തന്നെ നമ്മളിത് അകത്തേക്ക് കയറുകയാണ്. ഒരുപാട് തിരക്കൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങാൻ പറ്റും. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും പോകാൻ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. കാരണം വൈകിട്ട് കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. രാവിലെ അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് കയറി തൊഴാം. അതുപോലെ തന്നെ ഉച്ചയ്ക്കൊന്നും അങ്ങോട്ട് ചെല്ലുക വേണ്ട, അമ്മാതിരി വെയിലാണ്, വെയിൽ കൊണ്ട് കരിയും. അതുകൂടെ ആ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ എന്ത് ഭംഗിയായിരുന്നു. പ്രത്യേക ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ നിൽക്കുമ്പോൾ. എനിക്ക് എന്തോ ഭയങ്കര ഒരു ഫീലായിരുന്നു ആ അമ്പലത്തിനകത്ത് നിൽക്കുമ്പം. എൻ്റെ കയ്യിലിരിക്കുന്ന ആ പൂവില്ലേ, അത് എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് തന്നതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. ഞാനത് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ പൂവിടെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിനി എപ്പോഴെങ്കിലും വരുമ്പം അടുത്ത കാഴ്ചയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തഞ്ചാവൂരിനോട് ബൈ പറയാണ്. അത്യാവശ്യം നമ്മൾ റീലും കാര്യങ്ങളും കുഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വന്നിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് റൂമിൽ പോകണം, തിരിച്ച് വീട്ടിലേക്ക് പോകണം, എല്ലാം സെറ്റാക്കണം. അപ്പോൾ ബാക്കി പിന്നെ കാണാം. ബൈ.